ഗുഡ് മോർണിംഗ് ഗായ്സ്. ദേ 5:45 കേട്ടോ സമയം. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം ചെറിയ രീതിയിൽ മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ്ട് 2 കുട്ടൂസന്മാരുണ്ട് കേട്ടോ. ഐഷുമ്മയുടെ ടോയാണ് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചേക്കണം. അപ്പോൾ നമുക്കിന്നൊരു ചട്നി, ഇഡ്ഡലിക്ക് പറ്റിയൊരു ചമ്മന്തി തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടത് സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില. പാൻ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ സവോളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ വാട്ടിയെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് മൊഴിയേണ്ട, ആവശ്യത്തിനൊന്ന് സവോള വാടണ ആ ഒരു പരുവം. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വലിയ ഒരു തക്കാളിയാണ് കേട്ടോ. പുളിയില്ലാത്ത തക്കാളി, ചെറിയ പുളിയുള്ള തക്കാളിയാണ് നല്ലത്. ഒരുപാട് അങ്ങ് വേവണ്ട, ജസ്റ്റ് ആ തക്കാളി ഒന്ന് ഉടയണം. അപ്പോൾ ആ തക്കാളി ഉടഞ്ഞ് വരുന്നതിലേക്ക് ചിരകിയ തേങ്ങ ഇത്തിരി ചേർത്ത് കൊടുക്കുക. ഒരു കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. കുറച്ച് തേങ്ങയുടെ ആ പച്ച മണമൊന്ന് മാറിക്കഴിയുമ്പം അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി. കാരണം ഒരു പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്, കാരണം കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ആ പച്ച മണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ ശരിയാവില്ല. ഇതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മുളക് പൊടിയുടെ ആ പച്ച മണം ഒന്ന് മാറണം. അത് കഴിഞ്ഞ് ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് ചൂടാറാൻ വെക്കാം. അത് കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കട്ടെ. നല്ല മഷി പോലെ അരയണം. ഇതിലിന് കടുക് പൊട്ടിക്കണം നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ആ സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ട് കടുക്, ഉലുവയൊന്നും ഇടില്ല, കടുക് മാത്രം കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി എടുത്തിട്ട് നമ്മൾ ആ താളിച്ചത് ആ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഈ താളിപ്പ് അതിലോട്ട് ഒഴിച്ചിട്ട് സ്പൂണും കൊണ്ട് ഇളക്കി മിക്സിയുടെ ജാർ മൂടി വയ്ക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഒരു അടിപൊളി ചമ്മന്തിയാണ്. ദോശയ്ക്കും ഇഡ്ഡലിയുടെയും കൂട്ടത്തിൽ ഒരേപോലെ പോകാൻ പറ്റുന്ന നല്ല അടിപൊളി ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു വെള്ള ചമ്മന്തിയും കൂടെ അരയ്ക്കുന്നുണ്ട്. കുറച്ച് വെള്ളം പോലെ ഇരിക്കും. ഇത് കുറുക്ക് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ, അധികം ചാറ് പോലെ ഇരിക്കില്ല. പിന്നെ വെള്ളം കൂട്ടണം, ചാറ് പോലെ ഇരിക്കണം. അതിലും നല്ലത് കുറുക്ക് പോലെ ഇരിക്കുന്നതാണ്. ഇത് തേങ്ങ, കാന്താരിമുളക്, പുതിന ഇല, ഇഞ്ചി, ഇത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് പാത്രത്തിൽ നമ്മൾ എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. അതിന് ശേഷം താളിക്കാനുള്ള കറിവേപ്പില, ചെറിയ വറ്റൽമുളക് ഇട്ടതിന് ശേഷം അതൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ അരച്ച് വെച്ച മിക്സ് അങ്ങോട്ട് ചേർക്കുക. അപ്പോൾ ഇന്നിവിടെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ഇഡ്ഡലിയും ചട്നി ചമ്മന്തിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയാപ്പി വന്നേക്കണം, കണ്ണെഴുതി കൊടുക്കാൻ വേണ്ടി വന്നേക്കണതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ രാവിലെ പിള്ളേർ ഇഡ്ഡലി കഴിക്കാത്ത കാരണം അവർക്ക് നെയ്യ് തൂകി ദോശയും ചമ്മന്തിയായിട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് 2 പേരെയും കൊണ്ടുവിടാൻ സ്കൂളിലോട്ട് പോണെയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.